ആ കേസല്ല അണ്ണന്റെ ശത്രു നമ്മുടെ കയ്യിൽ വന്ന് പെട്ടിട്ടുണ്ട്. നീ ആരെന്ന് പറയടാ? ആ 5 സുന്ദരികളിൽ ഒരുത്തി നമ്മുടെ ഗോഡൌണിലേക്ക് വന്ന വാനിൽ വന്ന് കിടപ്പുണ്ട്. എന്താ പറഞ്ഞ? 5 സുന്ദരികളിൽ ഒരുത്തിയാ? ആരാ അത്? മറ്റേ അവളാണ് സൂര്യമംഗലത്തെ പെണ്ണ് വൃന്ദ? അവളല്ലണ്ണ, മറ്റവള്. ആ കൂട്ടത്തിലൊരു മജീഷ്യൻ ഇല്ലേ, അവള് അനന്യ. അവളാ? അവളെങ്ങനെയാടാ നമ്മളെ കയ്യിൽ വന്ന് വിട്ട? അവള് തനിച്ചാണ് അത് അവളുടെ കൂടെ വേറെ ആരെങ്കിലും ഉണ്ടാ? അവള് തനിച്ചാണ. ഞാൻ അവളെ കണ്ട ഉടനെ വാനിൽ തന്നെ ഇട്ട് ലോക്ക് ചെയ്തിട്ടുണ്ട്. അവക്കിനി പുറത്തു പോകാൻ പറ്റില്ല. അവളെ വെറുതെ വിടരുത്. നീ ലോക്ക് ചെയ്ത് പോയി ഞങ്ങൾ താ വരുന്നു. ശരിയണ്ണ. രോഗി ആഗ്രഹിച്ചെന്നാണല്ലടാ വൈദ്യന്റെ കുറുപ്പടി മോനെ. അണ്ണാ, അനന്യ നമ്മുടെ ഗോഡൌണിൽ പെട്ടു അല്ലേ? എടാ 5 സുന്ദരികളുടെ ഏറ്റവും മോശം സമയം ഇപ്പൊ അവക്കാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണല്ലടാ അവള് നമ്മുടെ ഗോഡൌണിൽ വന്ന് പെട്ടത്. ഇനി ഇത് 5 സുന്ദരികൾ എന്തെങ്കിലും തന്ത്രാണോ അണ്ണാ? നമ്മുടെ മറ്റേ ബിസിനസ് അറിഞ്ഞിട്ട് അവളുമാര് പണി തരാൻ വന്നതാണോ? എടാ ഇനിയിപ്പൊ എന്തിനു വേണ്ടിട്ട് വന്നതാണെങ്കിലും അവള് തനിച്ചാണ് വന്ന് കയറിയിരിക്കുന്നത്. അണ്ണാ, എന്നാലും ഒന്ന് സൂക്ഷിക്കണം. അന്നൊരുത്തി തനിച്ചല്ലാണ് കാണാൻ വന്നത്. പിന്നല്ലേ ബാക്കി 4 എത്തിയത് അണ്ണനെ അടിച്ച് കിടത്താൻ വേണ്ടിട്ട്. ഞാൻ ഒരിക്കലും ഇഷ്ടപ്പെടാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാൻ വെറുതെ പ്രേരിപ്പിക്കരുത്. നീ വാ, നമുക്ക് അവളൊന്നും കാണണ്ടടാ. കാണേണ്ടതുപോലെ കാണാണ. വരുന്നുണ്ട് മോളെ. കിരണേ, നമ്മളിപ്പോ എങ്ങോട്ടാ പോകുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ആരവനെ അനുവിനെയും കണ്ടെത്തണ്ടേ? റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തേക്ക് പോയി നോക്കാം. അങ്ങനെ ഒരു പബ്ലിക് പ്ലേസിലേക്ക് അനു ആരവനെ കൊണ്ട് പോകുവോ? അവരുടെ 2 പേരുടെ യാത്ര എങ്ങനെയാണെന്ന് ഒരു ഐഡിയയും കിട്ടുന്നില്ല. ടാക്സിയിലാണെങ്കിൽ അവര് വളരെ ദൂരം പോയിട്ടുണ്ടാവും. നമുക്ക് തേടി പിടിക്കാൻ നല്ല പ്രയാസമായിരിക്കും. അനുവിന്റെ യാത്രകൾ ടാക്സിയിലായതുകൊണ്ട് ടാക്സി തന്നെ പോയിരിക്കാനാ സാധ്യത. നീ എന്തിനാ വണ്ടി നിർത്തിയേ? ഇനി മുൻപോട്ട് പോയിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? 9 മണിക്ക് മുൻപായി ഹോസ്റ്റലിൽ കയറണം, അല്ലെങ്കിൽ അവിടെ പ്രശ്നമാവും. അനു ഇല്ലാതെ നമ്മൾ എങ്ങനെ ഹോസ്റ്റലിലേക്ക് പോവും? റീന മാം ചോദിച്ചാൽ എന്ത് പറയും? അനുവിന്റെ കാര്യം റീന മാം അറിഞ്ഞ ഉടനെ ACP വിവരം അറിയിക്കും. അതാകെ പ്രശ്നമോ? അയ്യോ, ഇത് റീന മാം. ആ കോളിന് എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നുണ്ടല്ലോ. ഒരു കോള് വരുമ്പോ തന്നെ അത് പ്രവചിക്കുന്ന നിന്റെ കഴിവ് അപാരെന്നല്ലേ. കിരണേ, നീ കോൾ എടുക്ക്. അതെ, അനുവിന്റെ കാര്യമല്ലെന്ന് ചോദിച്ചാ എന്ത് പറയണമെന്ന് നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. ഹലോ മാം, നിങ്ങൾ 9 മണിക്ക് മുൻപ് തന്നെ ഇവിടെ എത്തണം. നിങ്ങൾ 5 പേര് മാത്രമാണ് വരാത്തത്. 9 മണിക്ക് മുമ്പ് തന്നെ എത്തണമെന്ന് നിങ്ങളോട് പറഞ്ഞയച്ചതല്ലേ? അനു എവിടെ? അത് മാം, മാം എന്താ പ്രശ്നം? അവൾ അമ്പലത്തിൽ പോയിരിക്കുക. നിങ്ങൾ അവളെ അമ്പലത്തിൽ നിന്ന് പിക്ക് ചെയ്യും എന്നൊക്കെയല്ലേ എന്നോട് പറഞ്ഞത്? അനുവിനെ പിക്ക് ചെയ്തു എന്ന് പറ. അനുവിനെ പിക്ക് ചെയ്തു മാം. അനുവിനെ വിളിച്ചിട്ട് കോൾ എടുക്കാത്തത് എന്താ? എന്താ പറയണ്ടേ? ഞാൻ ഈ സമയത്ത് വല്ലതും പറഞ്ഞ മൊത്തം കോളാവും. ഹലോ കിരൺ, ഹലോ. നീ ഫോൺ ചെയ്തോ, ഞാൻ സംസാരിക്കാം. ഹലോ മാം, ഞാൻ വൃന്ദയാ. കിരണിന് എന്ത് പറ്റി? അനുവിന്റെ പ്രശ്നത്തിലെ കിരൺ ആകെ ടെൻഷൻ ആയിരിക്കുക. അനുവിന് എന്താ പ്രശ്നം? അമ്പലത്തിൽ വെച്ച് അനുവിന് പെട്ടെന്നൊരു തലചുറ്റൽ വന്നു. ഞങ്ങൾ അവളെയും കൊണ്ടൊരു ക്ലിനിക്കിൽ കയറി. അനുവിന് ഡ്രിപ്പ് കൊടുക്കേണ്ടി വന്നു. അവളെ ഡ്രിപ്പിട്ട് അകത്ത് കിടത്തിയിരിക്കുക. അവക്ക് പനിയാണോ അതോ വേറെ എന്തെങ്കിലും പ്രശ്നമാണോ?
ചെറിയൊരു തലവേദനയും പനിയും, വേറെ പ്രശ്നമൊന്നുമില്ല മാം. ക്ലിനിക്കിൽ നിന്ന് ഇറങ്ങിയാലുടൻ ഞങ്ങൾ അവിടെ എത്തിക്കോളാം. ആ, അവള് ഫോൺ എടുക്കാതെയാണോ പോയത്? ആ അതെ മാം, അമ്പലത്തിലേക്ക് പോയതുകൊണ്ടേ അവള് ഫോൺ എടുക്കാതെ പോയത്. ഓക്കെ, നിങ്ങളുടെ പ്രശ്നം എനിക്കിപ്പോ മനസ്സിലായി. എന്ന് കരുതി ഇവിടുത്തെ സമയത്തിൽ വിട്ടുവീഴ്ച ചെയ്യാനാവില്ല. ഒൻപത് മണിക്ക് മുൻപ് തന്നെ 5 പേര് ഇവിടെ എത്തണം. പിടിച്ചു നിൽക്കാൻ നമ്മൾ എന്തെല്ലാം കള്ളങ്ങൾ പറയാ. നീ പറഞ്ഞതെല്ലാം മാം വിശ്വസിച്ചിട്ടുണ്ട്. തൽക്കാലം അനുവിന്റെ കാര്യത്തില് മാമിന്റെ ഭാഗത്തുനിന്ന് ചോദ്യങ്ങളൊന്നും ഉണ്ടാവില്ല. മാം ഇതെല്ലാം കേട്ടിട്ടും ഹോസ്റ്റലിൽ തിരികെ കയറേണ്ട സമയത്തിന് നമുക്ക് ഒരു ഇളവും തന്നിട്ടില്ല. അത് മാമിൽ നിന്ന് പ്രതീക്ഷിക്കണ്ട. 9 മണിക്ക് മുമ്പ് അനുവിനെയും കൊണ്ട് നമ്മൾ എങ്ങനെ ഹോസ്റ്റലിൽ കയറും? അവളെ കോണ്ടാക്ട് ചെയ്യാൻ ഒരു വഴിയില്ലല്ലോ. നമ്മളിപ്പോ എന്താ ചെയ്യാ? നമ്മള് രുദ്രന്റെ സങ്കേതത്തിലാണ് വരുന്നതെന്ന് അറിഞ്ഞില്ലല്ലോ. രുദ്രൻ അറിയും. നിന്നെ രുദ്രൻ പിടികൂടും. പോലീസും വരാൻ സാധ്യതയുണ്ട്. ദൈവമേ, എനിക്ക് എന്ത് ചെയ്യും? നമ്മൾ ആര് രക്ഷിക്കും? അനു, അത് പുറത്തുനിന്ന് ലോക്ക് ചെയ്തിരിക്കുക. ആരെങ്കിലും വന്ന് ലോക്ക് എടുക്കാതെ നമുക്ക് തുറക്കാൻ കഴിയില്ല. എടാ, നീ ഒന്ന് ശ്രമിക്കേ. അനു, താനിങ്ങനെ ബഹളം വെക്കാതെ. എന്തേലും പരിഹാരം ഉണ്ടാവൂ. ഇത് തുറന്ന് പുറത്ത് ചാടുകയല്ലാതെ വേറെ ഒരു വഴിയില്ല നമുക്ക്. അല്ലെങ്കിൽ രുദ്രന്റെ കയ്യിൽ നീ ഞാനും ഒക്കെ അകപ്പെടും. ദൈവമേ, ആരെങ്കിലും ആ ലോക്കൊന്ന് എടുത്തിരുന്നെങ്കിൽ. ആരവ്, എന്താ നിനക്കെന്തൊരു ഭയം പോലെ? ഭയക്കേണ്ട സാഹചര്യമല്ലേ ഇത്? നീ പേടിക്കണ്ട. രുദ്രൻ നിന്നെ തൊടാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടാവും. ആരെങ്കിലും ഇത് തുറക്കുമല്ലോ. തുറക്കുന്ന സമയത്ത് നമുക്ക് എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെടാം. ആരവേ